വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ ദൂതനെ ഇറക്കാൻ ദൈവം മതിയായവനാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമായിരിക്കാം, നിന്റെ സ്വപ്നങ്ങൾ തകർന്ന വിഷയമായിരിക്കാം, എല്ലാം അവസാനിച്ചെന്ന് കരുതുന്ന വിഷയത്തിന്റെ നടുവിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ആത്മാവിനെ ദൂതനെ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു സഭ നിനക്ക് പിന്നിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിനക്ക് പിന്നിലുണ്ടെങ്കിൽ, നീ രക്ഷപ്പെടത്തില്ലെന്ന് കരുതുന്ന ഏത് വിഷയത്തിനകത്താണെങ്കിലും അതിനകത്ത് നീ പോലും അറിയാതെ ഒരു സ്വപ്നം കാണുന്നത് പോലെ, ഒരു ദർശനം കാണുന്നത് പോലെ നീ വെളിയിൽ വരുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇടിവിൽ നിൽക്കുന്നത് എന്താ കാര്യം അറിയാമോ? ഇടിവിൽ നിൽക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിന്റെ പിന്നിലുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നീ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ, സ്വപ്നം കാണുന്നത് പോലെ, ഒരു ദർശനം കാണുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുക, സ്വപ്നം കാണുന്നത് പോലെ, ദർശനം കാണുന്നത് പോലെ ചിലർ വിടുതൽ പ്രാപിച്ച്, ചിലർ വിടുതൽ പ്രാപിച്ച്, ചിലർ പുറത്തു വരുമെന്ന്, ചില ബന്ധനങ്ങളെ തകർത്ത്, ചില ഇരുമ്പ് ചങ്ങലകളെ തകർത്ത്, ഇരുമ്പ് വാതിലുകളെ തുറന്ന് ചില പ്രതീക്ഷയിലേക്ക്, ജീവനിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവച്ചവരെ മടക്കി കൊണ്ടുവരുമെന്ന് ഇതുവരെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ.